കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഡ്യൂട്ടിക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഫ്രഷ് ആയിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ പോകുന്നത് പൊരിഞ്ഞ വെയിലത്ത് കാണും. നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ബാറ്ററിയിൽ ഓടുന്ന ടോയ്സ് പോലെയാണ് പ്രവാസി. എല്ലാ ദിവസവും ഒരേപോലെ അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരറ്റവും ഇല്ലാത്ത ജീവിതം. പക്ഷെ എല്ലാവരുടെ അവസ്ഥയും ഇത്. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പ് മാറിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ക്യാമ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന ചൂടാവും. അതാലോചിക്കുമ്പോഴാണ് ഒരു പേടി. ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പൊള്ളുന്ന ചൂടാവും കേട്ടോ. എന്നാലൊക്കെ പിന്നെയും സമാധാനമാണ്. കാരണം ഫുൾ ടൈം പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ കാര്യമൊക്കെ ഒന്ന് അൽഹംദുലില്ല എന്തായാലും സമാധാനമാണ്. കാരണം ഒരുപാട് കാലം നല്ലോണം കഷ്ടപ്പെട്ട് വെയിലൊക്കെ കൊണ്ടിട്ടാണ് ഇപ്പോൾ ഉള്ള ഒരു ജോലി. റോഡ് വിടുന്ന അങ്ങോട്ട് മുറിച്ച് കിടക്കാനുള്ളൂ. ചിലപ്പോൾ ആ സമയത്താവും CID വന്ന് കൈ കാണിച്ച് കയ്യിലുള്ള എമിറേറ്റ്സ് ID വാങ്ങിയിട്ട് നാട്ടിലൊരു മാസം കഴിയേണ്ട പൈസ ചിലപ്പോൾ ഇവിടെ കൊടുക്കേണ്ടി വരിക. സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോയി മാർക്കറ്റിലേക്ക് എത്തുകയാണ്. അതിൻ്റെ മുമ്പ് ഒരു ബോർഡ് കണ്ട് 1000 ദിറംസാണ് ഇവിടെ തുപ്പിയാൽ, നാട്ടിലത്തെ 23,500 റുപ്യ. അങ്ങനെ മുമ്പോട്ട് കിടന്നപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിയിട്ടോ. സമാധാനം. ഇവിടുന്ന് അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് കയറി കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെയുള്ള ചെക്കനോട് ബിരിയാണി ഓർഡർ ചെയ്ത്. ബിരിയാണി അല്ലാതെ വേറെന്താ ഓർഡർ ചെയ്യുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കടയിലേക്ക് തിരക്ക് പിടിച്ച് ഓടിച്ചെന്ന് അങ്ങനെ പഞ്ച് ചെയ്ത് ഇന്ന് ഡ്യൂട്ടി അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇതാണ് ഒരു ദിവസത്തെ തുടക്കം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയില്ല. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ ബസ്സിലിരിക്കുകയാണ്. ക്യാമ്പിൽ നിന്ന് സ്റ്റാഫുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ റൂമിലേക്കുള്ള യാത്രയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നാളെ തുടരും.